Good afternoon, all. Good afternoon, ma'am. Okay, എല്ലാവരും കയറണമല്ലേ ക്ലാസ്സിലെ? ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞു. ലേറ്റ് ആണല്ലോ. Then കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിലുള്ളവര്? ലെറ്റർ ടു ദ എഡിറ്ററിന്റെ പറഞ്ഞായിരുന്നില്ലേ നമ്മള്? ഓർമ്മയുണ്ടോ? നമുക്ക് പബ്ലിക്കിന് നമ്മളുടെ എഡിറ്റർ നമുക്ക് പത്രത്തിൽ ഒരു വായനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം കത്ത് എഴുതാനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ എവിഡൻസ് ആയിട്ടുള്ളത് അല്ലെ, മറ്റു പകർച്ചവ്യാധികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അല്ലെ. അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ക്വാളിറ്റീസ് പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പബ്ലിക് ആയിട്ട് കുറച്ച് ഇന്ററാക്ഷൻ കൂടുതൽ വേണ്ടുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ആ പോയിന്റിൽ ഒന്ന് നോക്കണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെയായിരിക്കും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പബ്ലിക് ആയിട്ട് കുറച്ചും കൂടി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തൊക്കെ ഉണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്തോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, പറഞ്ഞോളൂ. നന്നായി കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. കേപ്പബിലിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, വേറെ എന്തൊക്കെയാ? നിങ്ങള് PDF വായിക്കണ്ട കേട്ടോ, വായിക്കാതെ തന്നെ പറഞ്ഞോളൂ. ഗുഡ് ബിഹേവിയർ ആയിരിക്കണം, ലിസണർ ആയിരിക്കുക എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. പിന്നെ എന്തൊക്കെയുണ്ട്? ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ വേണം? വേറെ എന്തൊക്കെ വേണം? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കുക, ലിസണർ ആയിരിക്കുക എന്ന് പറഞ്ഞു. ദെൻ നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ടാവണം. ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം? അത്രേ മതിയോ? അത്രേ ഉള്ളൂ? ഒരു നോളജ് ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. കഴിഞ്ഞോ? അത്രയും ക്വാളിറ്റീസ് ഉള്ളൂ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്. ക്രിയേറ്റീവ് മൈൻഡഡ് ആയിരിക്കുക. ഓക്കെ, പ്രോപ്പർ ആയിട്ട് മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇന്റലിജന്റ് ആയിരിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. നോക്കാം. ക്വാളിറ്റി അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഫസ്റ്റ് വൺ, ആംബിൾ കോമൺ സെൻസ് അല്ലെ. അതായത് ഒരു സാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും അത്യാവശ്യം നമ്മളോട് പറയില്ലേ, നമ്മളായിട്ട് പറയാറില്ല ഇങ്ങനെ അറ്റ്ലീസ്റ്റ് സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടായിരിക്കെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേ സെൻസ് ഉണ്ടെന്നൊക്കെ പറയില്ലേ, സെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോ അത്യാവശ്യം സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കുക. സെക്കൻഡ് വൺ, ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നല്ലൊരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, സംഘടനാ ശേഷി അല്ലെ. ഒരു പ്രവർത്തനത്തിനെ അത് മേൽനോട്ടം വഹിക്കുക ഒരു സംഘടനയാണ് അല്ലെ. ഒരു കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിനുള്ളിൽ. സോ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു സംഘടനാപരമായിട്ടുള്ളൊരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക. അതുപോലെ എന്താ? വസ്തുനിഷ്ഠയും ഉണ്ടായിരിക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളും ഇപ്പോ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു, ആ പ്രവർത്തന തുടക്കം കുറിച്ചിട്ട് അത് പകുതിക്ക് വെച്ച് നിർത്തിപ്പോവുകയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മള് ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും അത് നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രവർത്തനത്തിന് പൂർണ്ണമായിട്ടും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ഒരു ഒബ്ജക്ടിവിറ്റിയിൽ ഒരു വസ്തുനിഷ്ഠതയിലാണ് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പാടില്ല. നാലാമത്തെ പോയിന്റ്, എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് അപ്രീഷിയേറ്റ്. എബിലിറ്റി ടു സങ്കല്പിക്കാനും, അതായത് കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം.
അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനൊക്കെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവ്, അല്ലെ? സങ്കല്പിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോ മറ്റു സ്റ്റാഫുകളായിക്കോട്ടെ ഏതെങ്കിലും ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്താൽ അത് ആ പ്രവൃത്തി ചെയ്യുന്നവരെ അഭിനന്ദിക്കാനായിട്ടുള്ള ഒരു കഴിവ് വേണം. എല്ലാവരും അത് കാണില്ല, അല്ലെ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത്, ആണോ? എല്ലാ പേഴ്സൺസും അതുപോലെ ചെയ്യണമെന്നില്ല. പക്ഷെ അങ്ങനെ നമ്മളായാൽ പോലും എന്താ നമ്മുടെ മുന്നിൽ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അഭിനന്ദിച്ചോളൂ, ഒരു കൺഗ്രാജുലേഷൻ ഒക്കെ പറയാ, അല്ലെ? നമ്മളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ മാർക്കൊക്കെ വായിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാവൂല. സോ PRO എന്താണ്, പബ്ലിക്കിനെ ആയാലും അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഇടയിലായാലും നല്ലൊരു പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരൊന്ന് അഭിനന്ദിക്കുക. Then unlimited capacity for taking pain. Unlimited capacity for taking pain. അതായത് പരിധിയില്ലാത്ത ഒരു എല്ലാ പെയിനുകളെയും സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് പ്രവർത്തനവും ഏറ്റെടുത്ത് കഴിയാൻ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി മാത്രം ചെയ്യുള്ളൂ, എന്റെ ഡ്യൂട്ടി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് എന്ത് ഡ്യൂട്ടി ആയാലും അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കുക. Then readiness to work for long hours. Long hours വർക്ക് ചെയ്യാനായിട്ടുള്ള റെഡിനെസ്, അല്ലെ? അതായത് നമ്മൾ ഇത്ര ടൈമിൽ വർക്ക് ആണെങ്കിലും, പക്ഷെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചറിയാലോ, ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇരിക്കുകയാണ്, ഓൾറെഡി ഡോക്ടറിന് ഒരു ടൈം ഉണ്ടാകും, ഇല്ലേ? ഇപ്പൊ ചിലപ്പോ എന്താ ഒരു മോർണിംഗ് ഒരു 10 AM തുടങ്ങി ഒരു 12 PM വരെയാണ് ടൈമെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന്റെ നിലയിൽ കൊണ്ടുവന്നാൽ ഡോക്ടർ അതിന്റെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാറുണ്ടോ? ഇങ്ങനെയാണോ? ആണോ? അല്ല അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവിടെയും പറഞ്ഞത് PRO പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം റെഡി ആയിട്ടിരിക്കണം. Then be realistic and sense of humor. റിയലിസ്റ്റിക് ആയിരിക്കണം, യഥാർത്ഥ ബോധവും അതുപോലെ അത്യാവശ്യം നർമ്മബോധവുമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് ഭയങ്കര ഇതായിരിക്കുന്ന ഒരാളായിരിക്കരുതും. കുറച്ചൊക്കെ ഒരു യഥാർത്ഥ മത്സരത്തൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. 7 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഹ്യൂമർ വരെയും പറഞ്ഞു. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാമോ? അത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ച് ക്ലിയർ ചെയ്തോ കേട്ടോ. എന്നിട്ട് അടുത്ത പോയിന്റ്സ് പറയാം. ഹ്യൂമർ വരെയാണ് പറഞ്ഞത്, അതുവരെ ഒന്ന് വായിക്കാം. ഓക്കെ, അത്രയും പോയിന്റ് വായിച്ചോ? 7 പോയിന്റ്. ദെൻ നെക്സ്റ്റ് നോക്കാം. കപ്പാസിറ്റി ക്വാളിറ്റീസ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലാസ് ലേറ്റ് ആയിട്ടാണോ കയറിയത്? കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. അല്ലെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും കഴിവുണ്ടായിരിക്കണം. ദെൻ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഹോസ്പിറ്റലില് എല്ലാ തരത്തിലുള്ള പേഷ്യൻസ് വരും, അല്ലെ? ചിലപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാകാം, എന്താ പറയാ, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അവരെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. നല്ല വോയിസ് ആയിരിക്കണം, അതുപോലെ തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കാൻ ഒരു കഴിവുണ്ടായിരിക്കണം. നമ്മളിൽ പലപ്പോഴും പലവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പബ്ലിക്കിന്റെ മുന്നിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഫംഗ്ഷന്. നമ്മളിൽ ഭൂരിഭാഗം പേരും കുറച്ചൊരു ഉൾവലിവുള്ള ആളുകളായിരിക്കുമല്ലോ, ആണോ? ഉണ്ടോ കൂട്ടത്തില്? അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ചാടിക്കറി ആൻസർ പറയോ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ എന്തും സംസാരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ കുറച്ചു പേരെങ്കിലും എന്താ പറയാ, പെട്ടെന്ന് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ തയ്യാറല്ലാത്തവരുണ്ട്, ഇല്ലേ? അങ്ങനെയാണോ? നിങ്ങൾ ആരെങ്കിലും ഉണ്ട് അങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കാനൊക്കെ ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാര് ഉണ്ടോ? ഉണ്ട്, കുറച്ചു പേരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. കാരണം നമ്മള് ഇപ്പൊ ഒരു PROന്റെ പോസ്റ്റിൽ ഇപ്പൊ പറഞ്ഞിട്ടോ, അദ്ദേഹത്തിന് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് പബ്ലിക്കിന്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ കഴിയണം, അല്ലെ? പബ്ലിക്കിനോട് സംസാരിക്കാൻ കഴിയണം. നമ്മളും നാളെ ഇതൊക്കെ പഠിച്ച് നിങ്ങളൊരു ഫീൽഡിൽ വർക്ക്
നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യാ, നമ്മളോട് എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, ചിലപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ അതൊന്നും നമുക്കത് പരാജയമായിട്ട് എടുക്കരുത്. കാരണം ഏതൊരു ഇതില് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റണം. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നൊക്കെ പറയാം, ഉൾവലിവാണത് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം നമ്മുടെ കാര്യങ്ങളാ കേട്ടോ. ടെസ്റ്റ് പോയിന്റ് പറഞ്ഞുള്ളേ. അപ്പൊ എന്താണ്, പബ്ലിക്കിന്റെ മുന്നിൽ സ്പീക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു കഴിവുണ്ടായിരിക്കുക. ദെൻ ക്രിയേറ്റീവ് ഐഡിയാസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല ഐഡിയാസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ, അത്യാവശ്യം അദ്ദേഹം വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ എന്താണോ ആ പ്രൊഫഷനെ കുറിച്ചുള്ള ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുകയാണ് അല്ലെ, നിങ്ങൾ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ ചെറിയൊരു എക്സാം ഒക്കെ കഴിഞ്ഞു. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ് പഠിക്കുകയാണ്, എന്താണ് അതിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ കോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ എല്ലാവർക്കും പറയാൻ സാധിക്കില്ലേ? എന്തൊക്കെയാണ് ഏകദേശം ഒരു ഔട്ട്ലൈൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? യെസ് അല്ലെ, ഭൂരിഭാഗം എല്ലാവർക്കും സാധിക്കണം, കാരണം നമ്മൾ ഇത്രയും പഠിച്ചെത്തിയല്ലോ. അപ്പോ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്, പ്രൊഫഷനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം PROന്. അദ്ദേഹം ആ ഹോസ്പിറ്റലിനെ കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും ഒരു പ്രൊഫഷണൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ദെൻ ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്, ഇമേജ് ബിൽഡിംഗ് നിർമ്മാണ കഴിവുകൾ ഉണ്ടായിരിക്കണം. അതായത് ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പുതിയ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും അങ്ങനെയുള്ളൊരു നിർമ്മാണത്തിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കുക. ദെൻ ഇന്റലിജൻസ് ആൻഡ് ആന്റിസിപ്പേഷൻസ്, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ചസ്, ഇന്റലിജൻസ് അല്ലെ, അതായത് നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു ബുദ്ധിയും സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, മുൻകരുതലുകൾ ഉണ്ടായിരിക്കണം. റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച് ആയിരിക്കണം. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കണം അല്ലെ. വെറുതെ ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങി വെച്ചിട്ട് പാതിക്ക് വെച്ച് ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും പുതിയൊരു പ്രവർത്തനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കണം. ദെൻ മീഡിയ സ്പെഷ്യലൈസേഷൻ, അത്യാവശ്യം മീഡിയകളെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഒരു ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ലാത്ത ഒരു വ്യക്തിനെ നമുക്ക് PR ആക്കി ഇരുത്താൻ പറ്റുമോ? അത്യാവശ്യം ടെക്നോളജിക്കലി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. ദെൻ എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, എഡിറ്റോറിയലും അത്യാവശ്യം എഡിറ്റോറിയൽ ചെയ്യാനുള്ള ഒരു കഴിവും കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. മീഡിയ ആയിട്ട് കുറച്ച് കണക്ട് വേണം. ഒട്ടും മീഡിയ അറിയില്ല, ഫോണിന്റെ യൂസേജ് അറിയില്ല, സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ഒരു PR ഓഫീസറിനുള്ള ക്വാളിറ്റി ആണത് കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ, ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. വായിച്ച് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ അത് പഠിക്കുക കേട്ടോ. കാരണം എന്താ പറയാ, ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. നമ്മൾ ആ ക്ലാസ്സിലത്തെ ഒരു ഓർമ്മയൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും ഒരുപോലെ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റണമെന്നില്ല. സോ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് കേട്ട ഓർമ്മയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം, അപ്പൊ നമുക്ക് കിട്ടും. നിങ്ങൾ നിലവിൽ എക്സാം എഴുതി കഴിഞ്ഞ ആളുകളാണ് അല്ലെ. അപ്പോ എക്സാം എഴുതിയപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തോന്നിയില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ആ ടീച്ചേഴ്സ് എടുക്കുന്ന ഓരോ ക്ലാസ്സിന്റെ ഒരു ഇത് വെച്ചെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? പറയൂ നിങ്ങളുടെ അഭിപ്രായം. എക്സാമിനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എവിടെയോ കേട്ടൊരു ഓർമ്മ വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചിലപ്പോ ഗസ് അടിച്ചതായിരിക്കാം അല്ലെ. അതാ പറഞ്ഞത്, നമ്മൾ പഠിക്കുമ്പോ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ മനസ്സിലിരുത്തി പഠിക്കാം. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ വായിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് തലയിലിരിക്കില്ല. ഓക്കെ, ക്വാളിറ്റീസ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എല്ലാ പോയിന്റ്സും വായിക്കാം. ക്വാളിറ്റീസ് ഇമേജ് ബിൽഡിംഗ് എന്ന് വെച്ചാലേ നിർമ്മാണ കഴിവുകൾ എന്നായിട്ട് മലയാളം. അതായത് ഇപ്പൊ പുതിയ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാനോ നിർമ്മിക്കുക അല്ലെ. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് പുതിയ സെക്ഷനൊക്കെ കൊണ്ടുവരാനൊക്കെ ഉള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. അതിനാണ് ഈ
ഇമേജ് ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് എക്സാക്ട് പോയിന്റ് മാത്രം നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും എന്തെങ്കിലും കുറച്ചുകൂടെ അതിന്റെ ഒപ്പം ചേർത്ത് പറയുന്നത്. നമുക്ക് ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നമുക്ക് PDF ഇല്ലാത്തതായിട്ടുള്ളത് പുറത്തുനിന്നുള്ളതൊന്നും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാറില്ല. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, പോയിന്റ്സ് ഒക്കെ മാക്സിമം അത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവരോ? Qualities of a public relation officer. Okay. Then next നോക്കുന്നത് റോൾ ഓഫ് PR ഓഫീസർ. അപ്പൊ നമ്മുടെ ക്വാളിറ്റീസ് ആണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ട ക്വാളിറ്റീസ് നോക്കി. Then next നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് PR ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോൾ എന്താണെന്ന്. മെയിൻ ആയിട്ട് 4 റോളാണ് അദ്ദേഹത്തിനുള്ളത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. 4 റോളാണ് മെയിൻ ആയിട്ടുള്ളത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, അപ്പോ ഈ 4 ഹെഡിങ്ങുകളും കൃത്യമായിട്ട് തന്നെ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എക്സാമിന് ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുള്ളിലുള്ള കാര്യം ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി, പഠിക്കണം എന്നില്ല. പക്ഷെ ആ ഹെഡിങ് നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ അഡ്വക്കേറ്റ്. എന്താ, ആരാ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് നമ്മൾ കോമൺ ആയിട്ട് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ആരെയാ? ലോയർ ആണ് അല്ലെ, അഭിഭാഷകൻ എന്ന് പറയാം മലയാളത്തില്. നോക്കാം. The public relation manager is the chief advocate for the company. പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ചീഫ് അഡ്വക്കേറ്റ് ആണെന്ന് കമ്പനിയില്ല. കമ്പനി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പറയാം? എനി ഓർഗനൈസേഷനെ പറയാം. ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതെങ്കിലും സ്ഥാപനത്തിൽ ചീഫ് അഡ്വക്കേറ്റ് ആണ് PR എന്ന് പറയുന്നത്. He has to concentrate all energy on building an organization. അദ്ദേഹമാണ് ഒരു സംഘടന, ആ ഒരു സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സംഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഊർജവും കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ് PR ഓഫീസർ എന്ന് പറയുന്നത്. He is the spokesperson for management. അല്ലെ, സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? മാനേജ്മെന്റിന്റെ ഒരു വക്താവാണെന്ന്. മാനേജ്മെന്റിന്റെ വക്താവാണ് PR എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അഡ്വക്കേറ്റ് ഉള്ളിലുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ ആ ഹെഡിങ് മാത്രം മെയിൻ ആയിട്ട് പഠിക്കണം. ഓക്കെ, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്റർ വായിക്കാം. The public relation manage, craft communication policies and supervise the development of all statement and news released for the company. ഇനി പബ്ലിക് റിലേഷൻ മാനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻസ്. ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ഡിജിറ്റലൈസ്ഡ് ആണല്ലോ കൂടുതലും. നമ്മള് എന്താ പറയാ, സിസ്റ്റം അപ്രോച്ചസും അല്ലെങ്കിൽ ഫോൺ വഴിയൊക്കെയാണല്ലോ മെസ്സേജസും കാര്യങ്ങളും ഇമെയിൽസും കാര്യങ്ങളും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. ആരാണ്? PR ആണ്. ദെൻ പോളിസീസ് ആൻഡ് കമ്പനിയുടെ കമ്പനിയുടെ പോളിസീസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും then supervise ചെയ്യുകയും ചെയ്യുന്നു. Then development of all statement and news released for the company. അതുപോലെ തന്നെ ഈ കമ്പനിയെ കുറിച്ചുള്ള, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പുതിയ പുതിയ ന്യൂസുകളും പ്രസ്താവനകളും റിലീസ് ചെയ്യുന്നതും അദ്ദേഹമാണ്.
Then sociology, psychology and good journalism are essential talents. അദ്ദേഹത്തിന് സോഷ്യോളജി എന്താ സോഷ്യോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി. സ്റ്റഡി ഓഫ് സൊസൈറ്റി അല്ലെ, സമൂഹത്തെ കുറിച്ചും സമൂഹത്തിലെ എല്ലാ വ്യക്തികളെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി. സോ സോഷ്യോളജിയെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും അതുപോലെ സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെ, മൈൻഡിനെ കുറിച്ചും അതുപോലെ ഗുഡ് ജേർണലിസം അല്ലെ, അത്യാവശ്യം നല്ലൊരു പത്രപ്രവർത്തനവും അതിനുള്ള അത്യാവശ്യം കഴിവുകളും കാര്യങ്ങളും പിആറിന് ഉണ്ടായിരിക്കണം. Then communication have to be clear, brief and relevant to the audience. കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ ബ്രീഫ് ആയിരിക്കണം. വലിച്ചു നീട്ടിയുള്ള ഒരു സംസാരമായിരിക്കരുത്. നമുക്കറിയാം ചില വ്യക്തികളൊക്കെ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അത് വലിച്ചു നീട്ടി പറഞ്ഞ് മെയിൻ എക്സാക്ട് കാര്യം അവിടെ മറന്നു പോകും പറയാനായിട്ട് ഇല്ലേ. നമ്മളിൽ പലവരും ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറയാനായിട്ട് ഒത്തിരി നേരിടും, ഇങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കും അല്ലെ. സോ എക്സാക്ട് പോയിന്റ് എന്താണോ അത് കൃത്യമായിട്ട് പറയാം, ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, റെലവന്റ് ടു ദ ഓഡിയൻസ്. അതുപോലെ തന്നെ എന്താണ് ഓഡിയൻസിന് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു സംസാരം ആയിരിക്കണം. ഓക്കെ, അഡ്വക്കേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റർ ക്ലിയർ ആയോ? 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും വായിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത രണ്ടെണ്ണം പറയാം. ഓക്കെ, അഡ്വക്കേറ്റ് കമ്മ്യൂണിക്കേറ്റർ മെയിൻ ആയിട്ട് 4 റോളാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. പ്രോബ്ലം സോൾവർ. The public relation manager is the ultimate spin doctor. It is his job to put the best face on news and information that could embarrass or defame the company's reputation. Then എന്താ സ്പിൻ ഡോക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു MBBS എടുത്ത ഡോക്ടറാണോ സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത്? സ്പിൻ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണോ ഉദ്ദേശിച്ചത്? സ്പിൻ ഡോക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്യാവശ്യം ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും മാധ്യമങ്ങളും അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ PRO. സോ അദ്ദേഹത്തിന് സ്പിൻ ഡോക്ടർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോ പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിൻ ഡോക്ടർ ആണെന്ന്. കാരണം ഒരു ഡോക്ടറിന്റെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ടെക്നോളജി പരമായിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ്. Then it is his job to put the best face on news and information that could embarrass or defame or embarrass എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ്? അതായത് ഇപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ സൽപ്പേര് എന്നൊക്കെ പറയില്ലേ, സൽപ്പേരോ അല്ലെങ്കിൽ സൽപ്പേരിനെ ഇതാക്കുന്നതോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്നതോ രീതിയിലുള്ള നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ സൽപ്പേരിനെ കിടത്തുന്ന പ്രവർത്തികളോ അങ്ങനെയുള്ളതൊക്കെ വരികയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യേണ്ട ആളാണ് ആര്? PR ഓഫീസർ. പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ. സോ അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യുക. കമ്പനിക്ക് നാണക്കേടുണ്ടാകുന്നതോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നല്ല രീതിയിൽ അതിനെ ബെസ്റ്റ് ഫേസ്, നല്ല രീതിയിൽ അതിനെ ഫേസ് ചെയ്തെടുക്കണമെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തുക. Then
Often she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplished. അതായത് നമ്മള് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലാറ്റിനം ഡാറ്റ എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം ഡാറ്റയിൽ അത്യാവശ്യമായ ഹോസ്പിറ്റലിലെ വിവരങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഡാറ്റയിൽ ഉണ്ടാവും. സോ ആ ഡാറ്റയിലൂടെ നമുക്കറിയാം ആ ഒരു ഡാറ്റയിൽ കൂടുതലും പൊതുവായിട്ടുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും അതുപോലെ ചേർക്കാനായിട്ട് ആവശ്യപ്പെടും. പുതിയ പുതിയ കാര്യങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റയിൽ പുതിയ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തോ അങ്ങനെയുള്ള പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഡാറ്റയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എന്താ, നമുക്ക് ഇപ്പൊ കമ്പനിക്ക് അല്ലെ ക്രെഡിറ്റ് ദാൻ വുഡ് നോർമലി ബി ഡ്യൂ ടു ഫോർ റൊട്ടീൻ അക്കംപ്ലിഷ്ഡ്. അതുപോലെ തന്നെ കമ്പനിക്ക് ഒത്തിരി നേട്ടങ്ങളൊക്കെ നൽകേണ്ടതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റുകളൊക്കെ നമ്മൾ കൊടുക്കണമെന്ന്. കമ്പനിക്ക് വേണ്ടിയിട്ട് ധാരാളം ക്രെഡിറ്റുകൾ നമ്മൾ തന്നെ കൊടുക്കുക. PR ആണല്ലോ, പബ്ലിക് റിലേഷൻ ആവുമ്പോൾ അദ്ദേഹമാണ് ഈ ഹോസ്പിറ്റലിൽ കുറച്ചും കൂടി ഉന്നമനത്തിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ, ഡാറ്റയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമ്പനീനെ കുറച്ചും കൂടി മോർ ക്രെഡിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. Then ഒപ്പീനിയൻ മൈസ്ട്രോ എന്ന് വെച്ചാൽ ആരാ? മാസ്റ്റർ ഓഫ് ആർട്ട് എന്ന് പറയാം അല്ലെ. എ മാസ്റ്റർ ഓഫ് ആൻ ആർട്ട്, സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ, മാസ്റ്റർ ഓഫ് ആൻ ആർട്ട്. മാസ്റ്റർ ഓഫ് ആൻ ആർട്ട്. നോക്കാം. മാസ്റ്റർ ഓഫ് ആൻ ആർട്ട്, അതായത് ഒരു കലയുടെ മാസ്റ്റർ ആണെന്ന് പറയാം അല്ലെ. The public relation manager controls all outreach efforts. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് എല്ലാ ഔട്ട്റീച്ച് എഫേർട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്റീച്ച് പറഞ്ഞ വ്യാപനം, അതായത് എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾസ് ചെയ്യുന്നു. Then he is accountable for media placement and arranging organizational functions and the efforts of executives. അക്കൗണ്ടബിൾ ആയിരിക്കാന്ന് വെച്ചാൽ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വം. അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ക്രമങ്ങൾക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചെയ്യുന്നതിനും അദ്ദേഹമാണ് അതിന്റെ ഒരു മേൽനോട്ടം വഹിക്കേണ്ടത്. മീഡിയയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും എക്സിക്യൂട്ടീവ് ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം പിയാനോനായിരിക്കും. It is his duty to decide the executive approach for each situation and make sure that person has approved information and statement in hand. ഓരോ സാഹചര്യത്തിലും യോജിച്ച തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ്സിനെയൊക്കെ തീരുമാനിക്കുകയും അതുപോലെ തന്നെ എന്താണ്, എല്ലാ വിവരങ്ങളും പ്രസ്താവനകളൊക്കെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതായത് കറക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കണം. ഓരോ സിറ്റുവേഷൻസിലും ഏതൊക്കെ എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് നിയമിക്കാം. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ടീവുകളൊക്കെ നിയമിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻസും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതാണ് ഒപ്പീനിയൻ മാസ്റ്ററിൽ പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെന്റൻസുകളാണ് അല്ലെ, തോന്നിയോ? കുഴപ്പമില്ല, നമ്മൾ ഉള്ളിലുള്ളത് പഠിക്കേണ്ട, പേര് മാത്രം കൃത്യമായിട്ട് പഠിക്കുക. അത് ബുദ്ധിമുട്ടില്ലല്ലോ, 4 എണ്ണം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളിലുള്ളത് കുഴപ്പമില്ല, പഠിക്കണ്ട. അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും പ്രോബ്ലം സോൾവറും ഒപ്പീനിയൻ മാസ്റ്ററും. റോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ 4 എണ്ണം പഠിച്ചിരിക്കുക കൃത്യമായിട്ട് കേട്ടോ. ഉള്ളിലുള്ളത് കുറച്ച് കുഴപ്പമില്ല എങ്കിലും കുറച്ച് സെന്റൻസ് ഒക്കെ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പേരുകൾ കൃത്യമായിട്ടും പഠിച്ചു പോവുക. ഇനി നിങ്ങളത് 4 എണ്ണം ഒന്ന് വായിച്ചു നോക്കാം. റോൾ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. റോള് വായിച്ചു നോക്കിക്കോളൂ.
എല്ലാം വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓരോ പോയിന്റ്സും അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആവുമ്പോ പറയാം. ഓക്കെ, വായിച്ചോ എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചിട്ട് ഉറങ്ങിപ്പോയോ എല്ലാവരും? നെക്സ്റ്റ് നോക്കാം. നമ്മള് ക്വാളിറ്റീസ് ഓഫ് എ PR നോക്കി, ദെൻ റോൾ എന്താണെന്ന് നോക്കി. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് ഇനി അടുത്തത് നോക്കുന്നത്. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഓരോന്നും നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് കമ്പെയിൻസ് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ചെയ്യണം അല്ലെ. അത്യാവശ്യം പബ്ലിക് റിലേഷൻ എന്താണ് സ്ട്രാറ്റജികളും, സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്, പബ്ലിസിറ്റിയുടെ ഒരു തന്ത്രങ്ങളും അതുപോലെ തന്നെ പ്രചാരണങ്ങളും എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. സെക്കൻഡ് വൺ, റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻ ആൻഡ് പ്രസ് റിലീസസ്. ഈ നമ്മള് പത്രക്കുറിപ്പുകളും അതുപോലെ തന്നെ അവതരണങ്ങളും നിർമ്മിക്കുകയും അതിനെ പ്രസ് റിലീസ് ചെയ്യുകയും ചെയ്യുക. മൂന്നാമത് പറയുന്നത് to deal with the enquiries from the public, the press and related organization. പൊതുജനങ്ങള്, മാധ്യമങ്ങള്, ബന്ധപ്പെട്ട സംഘടനകളും മറ്റും അല്ലെ എന്നിവയിൽ നിന്നുള്ള എൻക്വയറീസ് ഒക്കെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. Then fourth point, to organize and attend promotional events such as press conference, open days, exhibitions, tours and visits. പത്രസമ്മേളനങ്ങൾ പോലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ഓപ്പൺ ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓപ്പൺ ഡേ, ഇപ്പൊ ഹോസ്പിറ്റൽ ഡേയോ അങ്ങനെയുള്ള ഒരു ഡേ ഒക്കെ അറേഞ്ച് ഒക്കെ ചെയ്യുക. എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ടൂർസ്, നമ്മൾ പറഞ്ഞു ടീച്ചേഴ്സും അങ്ങനെ കുറെ സ്റ്റാഫ് ഒക്കെ വെച്ചിട്ട് ടൂർസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വിസിറ്റ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ചാരിറ്റബിൾ ആയിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെയോ അങ്ങനെ നമ്മളിപ്പോ വൃദ്ധസദനങ്ങൾ അങ്ങനെയൊക്കെ ഒരു വിസിറ്റ്സുകളൊക്കെ ചെയ്യാം. Then to speak publicly at interviews, press conference and presentations. അഭിമുഖങ്ങളിലും അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളൊക്കെ പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് സംസാരിക്കാം. എന്തായാലും സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണമെന്ന് നമുക്ക് ഒരിക്കലും പറഞ്ഞില്ലേ. To provide clients with information about new promotional opportunities and current pre-campaign progress.
പുതിയ പുതിയ പ്രൊമോഷണൽ അവസരങ്ങളെയും കുറിച്ചും നിലവിലെ കമ്പനികളെ കുറിച്ചും നിലവിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും പുരോഗതിയെ കുറിച്ചൊക്കെ ക്ലയന്റുകൾക്ക് വിവരണങ്ങളൊക്കെ കൊടുക്കുക. Then to analyze media coverage, മാധ്യമങ്ങളെ കൊണ്ട് കവറേജ് ചെയ്യുക, മാധ്യമങ്ങളെയൊക്കെ അറിയുക, മാധ്യമങ്ങളോട് സംസാരിക്കുക. Then to liaise with the clients, managerial and journalistic staff about the budgets, time scales and objectives. ബഡ്ജറ്റുകളും ടൈം സ്കെയിൽസുകളും ലക്ഷ്യങ്ങള് അല്ലെ, പ്രവർത്തനങ്ങള്. ഈ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഓരോ പ്രവർത്തനം ഇത്ര ടൈമിനുള്ളിൽ തീർക്കുന്നതിനെ ടൈം സ്കെയിലും കാര്യങ്ങളും, അങ്ങനെയുള്ള ബഡ്ജറ്റുകളും കാര്യങ്ങളും എന്നിവയെ കുറിച്ചൊക്കെ ക്ലയന്റുകളായിട്ടും അല്ലെങ്കിൽ മാനേജർമാരുമായിട്ടും പത്രപ്രവർത്തകരുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടായിരിക്കണം. ലൈസ് എന്ന് വെച്ചാൽ ഒരു സമ്പർക്കം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻസിൽ പറയുന്നത്. ആളുടെ തന്നെ കാര്യങ്ങളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ ഫങ്ഷൻസ് വരെയുള്ള പബ്ലിക് റിലേഷനെ കുറിച്ച്. അപ്പോ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു, റോള് പറഞ്ഞു, ലാസ്റ്റ് ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ, ഓരോ പോയിന്റ് വായിക്കുക. നമ്മൾ ക്വാളിറ്റീസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ, എല്ലാ പോയിന്റ്സും വായിക്കാം. ഓരോ പോയിന്റ് വായിക്കട്ടോ, നമ്മൾ കളക്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ ഇതൊക്കെ. കാരണം ക്വാളിറ്റീസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. മാധ്യമങ്ങളെ അറിയുക, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ കേട്ടോ, വായിച്ചു നോക്കി. ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കിയിട്ട് വായിച്ചാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ആവുമ്പോൾ പറയണേ, എല്ലാ പോയിന്റ്സും വായിക്കുക കംപ്ലീറ്റ് ആയിട്ട്. നെക്സ്റ്റ് ഒരു സെക്ഷനും കൂടി, ചെറിയൊരു സെക്ഷനും കൂടി എടുക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഫങ്ഷൻസ്? ഓക്കെ ആണോ? ഫിനിഷ്. നെക്സ്റ്റ് ഒരു ബോക്സിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞേക്കാം. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ്, പ്രത്യേക പരിഗണനകളൊക്കെ കൊടുക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. PR മസ്റ്റ്, PR എന്ന് പറഞ്ഞാൽ ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. PR മസ്റ്റ് ഗെറ്റ് ടു നോ ദ ലോക്കൽ പ്രസ് വെൽ. PR പ്രാദേശിക മാധ്യമങ്ങളെ നന്നായിട്ട് അറിയണമെന്ന്, അല്ലെ? മാധ്യമങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം. Local press can be hospitals, principals, helper in this regard. ഈ പ്രാദേശിക മാധ്യമങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ സഹായിക്കാൻ സാധിക്കുന്നു. A hostile press can do a lot of harm. Hostile press എന്ന് വെച്ചാൽ ആരാ? ഹോസ്റ്റൈൽ പ്രസ് എന്ന് എന്താ? എനിമിയായിട്ടുള്ള, ശത്രുപരമായിട്ടുള്ള ഒരു പ്രസ്സിന് നമുക്ക് എന്താ, ഹോസ്പിറ്റലിന് കൂടുതൽ ദോഷം ചെയ്യാനും സാധിക്കുന്നു. If an editor understands the hospital's problem, he can help enormously. ഇപ്പോ ഒരു എഡിറ്റർക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിനെ സഹായിക്കാൻ സാധിക്കും, അല്ലെ? നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മളുടെ മീഡിയ വെച്ച് നോക്കിക്കോളൂ നിങ്ങള്. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് എത്ര ഇതായിട്ടായിരിക്കും ചിലപ്പോ ഒരു മീഡിയയിലൂടെ അത് കാണുന്നത്, അല്ലെ? നമ്മള് ഓരോ ന്യൂസും കാണുമ്പോഴും ചെറിയൊരു കാര്യമാണെങ്കിൽ അവരതിനെ വലിച്ചു നീട്ടി മാധ്യമങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയല്ല ഇപ്പോ നോർമലി നടന്നു വരുന്നത്, ആണോ? ഏതൊരു സംഭവം എടുത്തിട്ടുണ്ടെങ്കിലും, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെങ്കിലും പിന്നെ നമ്മൾക്ക് ഓൾറെഡി എല്ലാ ന്യൂസ് ചാനലിലും ഇത് തന്നെയായിരിക്കും. അത് പല ന്യൂസ് ചാനലിലും പലതാക്കി അതിനെ മാറ്റും, ഇല്ലേ? അങ്ങനെയാണോ? ഇത് പറ്റിയൊരു റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. നല്ല ഉറക്കം വരുന്ന ഒരു സമയമാണ്, ഉറക്കം വരാൻ പറ്റിയ ഒരു ചാപ്റ്ററുമാണ്. അതുകൊണ്ടാണോ റെസ്പോൺസ് ഒന്നും തരാത്തത്? കുറച്ചുപേരെങ്കിലും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടാകും, അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? സത്യാവസ്ഥ പറയൂ, സത്യസന്ധമായിട്ട് പറഞ്ഞേ. ഉറക്കം വരുന്നില്ല? ഉണ്ട്, സുറുമിക്കുണ്ട് കേട്ടോ. സത്യാവസ്ഥ പറഞ്ഞു. കുറച്ചു പേരുണ്ട്. സുസ്മിത, ഓക്കെ, മേഘ, പകുതി പേര് അപ്പൊ അങ്ങനെയാണ് ക്ലാസ്സിൽ, ആണോ? കുഴപ്പമില്ല, ഈ ഒരു ഭാഗം കൂടി എടുക്കുന്നുള്ളൂ, ബോറാക്കുന്നില്ല കേട്ടോ. അപ്പൊ പറഞ്ഞത് എന്താണ്? ഈ പ്രാദേശിക മാധ്യമങ്ങൾക്ക്, അതുപോലെ തന്നെ ഇപ്പോ ശത്രുപരമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട്, ആ ഹോസ്പിറ്റലില് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ പറയും, അല്ലെ? അപ്പോ അത്യാവശ്യം ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാവുന്ന ഒരു എഡിറ്റർക്കാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ ഹോസ്പിറ്റലിനെ സഹായിക്കാൻ സാധിക്കുന്നു. സഹായിക്കാന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പ്രസ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഈ അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ പറയുന്നത്. ദെൻ പ്രസ് ആൻഡ് മീഡിയ ഉണ്ട്. ദെൻ ഒരു പേജും കൂടി ഉണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ഉറങ്ങുന്നില്ല, ഇടിവെട്ടാണ്. അപ്പൊ മഴ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉറങ്ങാലോ, അല്ലേ? ഓക്കെ, കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് അറിയാം. പേടിച്ചിരിക്കുകയാണ്. ഇടിവെട്ടിനെ പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണല്ലോ, അല്ലേ? മഴ, വെയില്, കാറ്റ്, ഇതൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രകൃതിയുടെ ഇതാണ്, അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗം ഒന്നുകൂടി നമുക്ക് നോക്കാം. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ പറഞ്ഞു. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞ ഫോൺ, ഓക്കെ, ബിനോയ് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ലീവ് ചെയ്ത് പോയിക്കോളൂ. റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. നമ്മൾ പോർഷൻസ് ഇത്രയും ഏകദേശം എടുക്കുന്നുള്ളൂ. ഇനി മഴയും ഇടിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ സാഹചര്യം എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പെരുമാറിക്കോളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ക്ലാസ് അറ്റ്ലീസ്റ്റ് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ ലീവ് ചെയ്യാം. എല്ലാവരോടും കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലും മഴ, കാറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലേ, റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. ഇടിവെട്ടാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അധികം നേരം. ലീവ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, യുവർ ചോയ്സ് കേട്ടോ. നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കുക.
Then qualities ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോ അതില് നിങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇപ്പോ എന്താ കോമൺ സെൻസ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ എന്താ പറഞ്ഞത് ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടായിരിക്കുക, ലോങ് അവേഴ്സ് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം, ബിൽഡിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കുക, ക്രിയേറ്റീവ് ഐഡിയ വേണം, മീഡിയയെ കുറിച്ച് അറിയണം, എഡിറ്റോറിയൽ എക്സ്പെർട്സ് ആയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ തന്നെ പഠിച്ചില്ലേ നിങ്ങള്? പഠിച്ചോന്ന് നിങ്ങള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട എങ്കിലും അത്യാവശ്യം ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പോയിന്റ്സ് പറയാൻ പറ്റില്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റ്സ് തരാം കേട്ടോ, പറയിപ്പിക്കാം നിങ്ങളെ കൊണ്ട്. ദെൻ അടുത്ത് നമ്മൾ നോക്കിയത് റോൾ ഓഫ് PR ഓഫീസർ ആണ്. അതില് മെയിൻ ആയിട്ട് 4 റോളാണ് വരുന്നത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. നിങ്ങൾ വേണമെങ്കിൽ അവിടെ ജസ്റ്റ് നമ്പർ ഇട്ട് വെച്ചോളൂ. 1, 2, 3, 4 ഇട്ടോളൂ കേട്ടോ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. വേണമെങ്കിൽ ഒരു കോഡ് പോലെ എഴുതിയിട്ടോളൂ. അഡ്വക്കേറ്റ് കൊടുക്കാം ACPO. PR റോളാണ് ACPO. എഴുതി വെച്ചോളൂ കേട്ടോ. ജസ്റ്റ് കോഡ് കുഴപ്പമില്ല. ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചോളൂ. ഇനി കോഡ് വെക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ കോഡ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മള് മറന്നു പോകില്ല. ബൈഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു പോയിന്റ് വിട്ടാല് അവിടെ നിന്ന് മൊത്തം പോകും ഇല്ലേ? കോഡ് വെച്ചാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ കോഡ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ PSC മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കോഡ് വെച്ചൊക്കെ പഠിക്കാറില്ലേ? PSC ഒക്കെ എഴുതുന്നവരുണ്ട് കൂട്ടത്തില്. PSC എഴുതാറില്ലാലും നമുക്ക് അത്തരത്തിലുള്ള ശീലങ്ങളൊന്നും ഇല്ല. PSC എഴുതാറുണ്ടോ? എക്സാം അറ്റൻഡ് ചെയ്യാറില്ലാരും ഉണ്ട്. ഓക്കെ, അറ്റൻഡ് ചെയ്തോളോട്ട്. അതിനിടയിൽ കൂടി PSC ഒക്കെ അറ്റൻഡ് ചെയ്യണം നല്ലതാണ് അല്ലെ? നമുക്ക് ഭാഗ്യം ഏത് വഴിയും വരാം. സോ PSC ഒക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ചെറിയ ചെറിയ കോഡൊക്കെ വെച്ചിട്ടല്ലേ പഠിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇതുപോലെ അവരെന്തെങ്കിലും കോഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തരും. നമുക്കും ഇവിടെ കോഡൊക്കെ വെച്ച് പഠിക്കാം അല്ലെ? നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ കോഡ് വെച്ച് പഠിക്കാം. അപ്പൊ ഇവിടെ ACPO എഴുതിയിട്ടുള്ളൂ. ഏതെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്, P കമ്മ്യൂണിക്കേറ്റർ, P പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, കോഡ് വെച്ച് പഠിക്കാറുണ്ട്. ഓക്കെ, നല്ല കാര്യം. പഠിച്ചോളൂ. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇത് കോഡ് വെച്ച് പഠിച്ചാലും നിലനിൽക്കും. അപ്പോ അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും പ്രോബ്ലം സോൾവറും ഒപ്പീനിയൻ മാസ്റ്ററും. ക്ലാസ് കഴിയുമ്പോൾ ഇത് പഠിച്ചിരിക്കണ എല്ലാവരും? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ എല്ലാവരും? ACPO പഠിച്ചോ? ACPO പഠിച്ചോ എല്ലാവരും? ഓക്കെ. Then functions of public relation officer. അദ്ദേഹം ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് നമ്മൾ വായിച്ചത്. ജസ്റ്റ് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം. ACPO പഠിച്ചു. ACPO മാത്രം പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. എന്താണ് ACPO എന്ന് കൂടി പഠിക്കണേ. പ്ലാനിങ്, പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ഒക്കെ കൊടുക്കുക, പ്രസ് റിലീസിന്റെ കാര്യങ്ങൾ കൊടുക്കുക, പിന്നെ എന്തൊക്കെയാണ് ഓപ്പൺ ഡേയ്സും എക്സിബിഷൻസും ടൂർസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പബ്ലിക് ആയിട്ടൊക്കെ സംസാരിക്കുക. ദെൻ മീഡിയ കവറേജ് ചെയ്യണം. പിന്നെ മാനേജീരിയൽ ജേർണലിസ്റ്റ് ഒക്കെ ആയിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസിൽ പറഞ്ഞത്. ദെൻ ലാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് അഡീഷണൽ ഇമ്പോർട്ടൻസ് കൺസിഡറേഷൻ. PR എന്താണ്? ലോക്കൽ പ്രസിന് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. പിന്നെന്താ? പ്രാദേശിക മാധ്യമങ്ങൾക്ക് നമ്മളുടെ ആശുപത്രിയിലേക്ക് സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് നമുക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ദോഷങ്ങൾ വരുത്തിവെക്കാനും സാധിക്കുന്നു. ഇതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു എഡിറ്റർക്ക് അത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ നമ്മളെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഉന്നമനത്തിന് സഹായിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു ബോക്സ് കൂടി ഒന്ന് വായിച്ചു പോയേക്കാം. അപ്പൊ ആ പേജ് അവിടെ കംപ്ലീറ്റ് ആവുമല്ലോ. വായിക്കാലോ? പറഞ്ഞോട്ടെ. ബോറായി മതിയായോ? ഉറക്കം വന്ന് മതിയായിരിക്കണേണോ? ജസ്റ്റ് ഈ ബോക്സ് കൂടി ഒന്ന് വായിക്കാവേ. When something has gone seriously wrong and consequences may be public concern, legitimate information must be volunteered as early as possible. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? നല്ല കടുകട്ടിയ വേർഡ്സ് ഒക്കെയാണ് അല്ലെ? ഒരു ഐഡിയ കിട്ടി കാണില്ല എന്നറിയാം. ഇംഗ്ലീഷ് ചോദിച്ചെന്നുള്ളൂ. When something has gone seriously wrong and consequence may be of public concern, legitimate information must be volunteered as early as possible.
ഇപ്പോ എന്തെങ്കിലും ഒരു സംതിങ് ഹാസ് ഗോൺ സീരിയസ്ലി, ഇപ്പൊ ഏതെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് പബ്ലിക്കിന്റെ മുന്നിൽ അനന്തരഫലങ്ങൾ പബ്ലിക്കിന് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിന് നമ്മൾ നിയമാനുസൃതമായിട്ട് വിവരങ്ങൾ എത്രയും വേഗം സ്വമേധയാ നൽകണമെന്ന്. അതായത് എന്തെങ്കിലും പബ്ലിക്കിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പരിഹാരം നമ്മൾ സ്വമേധയാ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് നൽകേണ്ടതുണ്ട്. Then clearance of all material intended for release must be controlled by chief of PR. ഇപ്പോ റിലീസിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും, അതായത് എന്താണ് പ്രസ് മീറ്റിംഗ്സിൽ കുറെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസുകളും അതിന്റെ എല്ലാം ക്ലിയറൻസ് ചെയ്യേണ്ടത് ചീഫ് PR ആയിരിക്കണം. Then the material should be put on a format and released in a manner calculated to benefit the hospital. അതുപോലെ തന്നെ മെറ്റീരിയൽസുകൾ ഔപചാരികമായിട്ട് നൽകുകയും അത് ആശുപത്രിക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കണക്കാക്കുകയും വേണം. ഇങ്ങനെ പുതിയ പുതിയ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുകയും അത് പക്ഷെ ആശുപത്രിക്ക് നല്ല രീതിയിൽ ബെനഫിറ്റബിൾ ആയിരിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് പ്രസ് മീഡിയയെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ അവിടെ. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം. 2 ബോക്സും ഒന്ന് വായിച്ചു നോക്കി നിങ്ങള് കൺസിഡറേഷനും വായിക്കാം, ദെൻ ബോക്സ് വായിക്കാം കേട്ടോ. ലോക്കൽ പ്രസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം PR-ക്ക്. അതൊക്കെയാണ് ഫസ്റ്റിൽ പറഞ്ഞത്. ഫസ്റ്റ് ക്ലിയർ ആയല്ലോ. സെക്കൻഡിൽ പറഞ്ഞത് പ്രസ് മീഡിയയെ കുറിച്ചാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഗുരുതരാവസ്ഥയിലുള്ള ഒരു കാരണങ്ങൾ സംഭവിക്കുകയും അത് പൊതുജനത്തിന് പബ്ലിക്കിന് അനന്തരഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് നിയമാനുസൃതമായിട്ട് എന്ത് നടപടി നമ്മൾ അപ്പോൾ തന്നെ സ്വീകരിക്കണം എന്ന്. രണ്ടാമത് പറയുന്നത് ഇപ്പോ റിലീസിന് വേണ്ടിയിട്ട് പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലാ മെറ്റീരിയൽസും ക്ലിയർ ആയിരിക്കണം. ക്ലിയറൻസ് ചെയ്യേണ്ടത് PR ആയിരിക്കണം. ദെൻ ഈ മെറ്റീരിയൽസ് ഔപചാരികമായിട്ട് നൽകുകയും പക്ഷെ ആ മെറ്റീരിയൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രയോജനം ചെയ്യുന്നതുമായിരിക്കണം. ബോക്സ് 2 വായിക്കാം കേട്ടോ. വായിച്ചത് മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങള്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ എല്ലാവരും? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. വായിക്കണം എല്ലാവരും, വായിച്ചോളൂ. ഓക്കെ,
പിന്നെ ഈ ഒരു ചാപ്റ്ററിലെ ഒരു പേജും കൂടി ഉള്ളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം പോരെ. ഇത്രയും എടുത്ത് ഇനി ബോറാക്കുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ദെൻ ഇനി നിങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ ചാപ്റ്റർ? കുറച്ചായി, ഓർമ്മയുണ്ടോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തതല്ലേ ആണോ? റിപ്ലൈ ഒന്നും തരുന്നില്ല ആരും. അതെ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ എത്രയാണെന്ന് എനിക്ക് അറിയില്ല, 38 ആണെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ PDF കറക്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ 38 ആണോ? എത്തിക്കൽ ആൻഡ് ലീഗൽ 38 ആണോ? ചെക്ക് ചെയ്യാമോ? 38 ആണ്. ഓക്കെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത്. ഏകദേശം ഇതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കുറച്ച് എന്താ ആക്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. കുറച്ച് ഇയറുകളൊക്കെ പഠിക്കാനുണ്ട്. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ടൊക്കെ പോകാം അല്ലെ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ തുടങ്ങിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നി എങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് തീർന്നില്ലേ ചാപ്റ്റർ? എന്ത് തോന്നി? ബോറിംഗ് ആയിരുന്നോ? ബോറായിട്ട് തോന്നിയോ? കുറച്ച് ഇച്ചിരി ബോറിംഗ് ഒക്കെ ഉണ്ട് എങ്കിലും അത്യാവശ്യം വലിയ ബോറടിക്കാത്ത രീതിയിൽ നമ്മൾ എടുത്തു പോയിട്ടുണ്ടെന്നാണ് അല്ലേ. അപ്പോ നെക്സ്റ്റ് ഇനി എത്തിക്കൽ ആൻഡ് ലീഗൽ കാര്യത്തിലോട്ട് എടുക്കുന്നത്. ഇതിന്റെ ഒരു 1 പേജും കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി നാളെ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്സില് നമുക്കിനി എന്നാ വരുന്നത്? തേഴ്സ്ഡേ അല്ലേ വരുന്നത്? ഓക്കെ, ഇപ്പൊ തേഴ്സ്ഡേ വരുമ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റും ദെൻ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കും. കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, എന്ത് ചെയ്യാ, ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you, ma'am.